ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെ 51ാമത് വാർഷികവും പ്രതിമാസ പ്രാർത്ഥനയും തിരുവോണ സഹായ വിതരണവും അരിവിതരണവും നടന്നു. ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി MD സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെ 51ാമത് വാർഷികവും പ്രതിമാസ പ്രാർത്ഥനയും തിരുവോണ സഹായ വിതരണവും അരിവിതരണവും സമിതി ഓഫീസിൽ നടന്നു. പ്രസിഡന്റ് മണിലാൽ മാധവൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KS സുപ്രഭൻ സ്വാഗതം പറഞ്ഞു. ഗുരുപൂജ ഗുരുധർമ്മ പ്രചരണ സഭ തെക്കത്തലക്കൽ യൂണിറ്റിന്റെയും ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഓണ സഹായ വിതരണവും കുടുംബ മാസ പ്രാർത്ഥനയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള യോഗമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ദിന ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശ്രീനാരായണ മാസ ദിനചര്യമായിട്ട് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ആചരിച്ച് വരികയാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള യോഗ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി MD സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ചിങ്ങം 1 മുതൽ കന്നി 9 വരെയുള്ള ദിനങ്ങൾ ശ്രീനാരായണ മാസമായി ആചരിക്കണമെന്നും ധർമ്മചര്യ യജ്ഞമായി ആചരിക്കണം എന്ന് പറയുകയുണ്ടായി. ഈ ദിനങ്ങളിൽ ഗുരുഭക്തരെല്ലാവരും വ്രതാനുഷ്ഠാനത്തോടി ഇരിക്കണമെന്നാണ്. നിങ്ങളുടെ യൂണിറ്റ് അംഗങ്ങൾ അതിനുള്ള പ്രചരണം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ദിനങ്ങൾ ഇത്രയും ദിവസം നമുക്കറിയാം, മറ്റ് മതവിഭാഗത്തിലുള്ള അംഗങ്ങൾ അവരുടേതായ ചില ചിട്ടയനുസരിച്ച് വ്രതാനുഷ്ഠാനത്തിൽ ഇരിക്കുന്നവരും അങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ഗുണം അവർ അനുഭവിക്കുന്നുമുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ഗുണം അനുഭവിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ശിവഗിരി മഠത്തിൽ നിന്ന് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ മഠാധിപതി നമ്മളോട് പത്രമാധ്യമങ്ങളിലൂടെയും നമ്മളോട് ആവശ്യപ്പെട്ടത് ഗുരുഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ദിനങ്ങളിൽ വ്രതാനുഷ്ഠാനം അത് ആചരിക്കണം. 1-ാം തീയതി ധർമ്മ പതാക ഉയർത്തിക്കൊണ്ടായിരിക്കണം അത് തുടങ്ങേണ്ടത്. 9-ാം തീയതി അവസാനിക്കുന്നു. എന്താണ് 9-ാം തീയതിയുടെ പ്രത്യേകത? എന്താണ്? നമുക്കറിയാം, ഗുരുദേവൻ നമ്മളിൽ നിന്ന് വേർവിട്ട മഹാസമാധിയായ ദിനം കന്നിമാസം 5-ാം തീയതിയാണ്. കന്നിമാസം 5-ാം തീയതി ഗുരു സമാധിയാകുന്നതിന് മുന്നേ തന്നെ തൻ്റെ അനന്തരാവകാശി അല്ലെങ്കിൽ ഈ മഠത്തിന്റെ അധിപനായിട്ട് മഠാധിപതിയായി ആര് വരണമെന്ന മുൻകൂട്ടി ഒരു കാഴ്ചപ്പാട്, അതനുസരിച്ചാണ് ശിഷ്യഗണങ്ങളിൽ പ്രധാനിയായിരുന്ന ബ്രഹ്മശ്രീ ബോധാനന്ദ സ്വാമിക്ക് ചുമതല കൊടുക്കുന്നത്. ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി K രേണുക, മാതൃസഭ ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു അശോകൻ, ഭാരവാഹികളായ വിനേഷ് അനിൽകുമാർ, വിശ്വംഭരൻ, രമണൻ, സീതാദേവി, നിഷ, ജയരാജൻ, തങ്കമണി, സീമ സജീവൻ എന്നിവർ പങ്കെടുത്തു. സമിതിയുടെ അംഗങ്ങൾക്കുള്ള അരിവിതരണത്തിന്റെ ഉദ്ഘാടനം സമിതിയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി K സുധാകരൻ നിർവഹിച്ചു. സ്ഥാപക പ്രസിഡന്റും ഖജാൻജിയുമായ P ദേവരാജൻ നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.